ഈ അടുത്ത കാലത്തുണ്ടായ പല പ്രശസ്തരായ പണ്ഡിതർ വരെ ഒരു തരംതിരിവായിട്ട് പറയുന്ന ആര്യവൽക്കരിച്ച തന്ത്രം എന്നും ദ്രാവിഡവൽക്കരണമുള്ള തന്ത്രം എന്നുമാണ്. ആക്ച്വലി ശാസ്ത്രം ഓരോ ദേശത്തിനനുസരിച്ച്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് ദേശത്തെക്കുറിച്ച് പറഞ്ഞു, ഓരോ ദേശത്തിനനുസരിച്ച് അവിടുത്തെ ഫോക്ലോറുകളും അവിടുത്തെ ലൈഫ് സ്റ്റൈലുകളുമായിട്ട് ചേർന്ന് പോവുകയും അതോടൊപ്പം തന്നെ അതാത് ദേശങ്ങളിൽ മഹാസാധകർ അവരവരുടേതായ വഴികളിൽ അവരവരുടേതായ ഭാഷയിൽ പല തന്ത്ര സമ്പ്രദായങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാക്കിക്കൂടായിക എന്നൊന്നുമില്ല. ഹിമാലയത്തിൻ്റെ ചില ഭാഗങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് ഭാരതത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില ഭാഷയുള്ളവർ മാത്രമേ, സംസ്കൃതം പോലുള്ള ഭാഷ കൈകാര്യം ചെയ്യുന്നവർ മാത്രമേ തന്ത്ര സമ്പ്രദായം ഫോളോ ചെയ്യാവൂ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ തന്ത്രഗ്രന്ഥങ്ങളെ ഉരുത്തിരിഞ്ഞു വരാവൂ എന്നൊന്നുമില്ല. ഈ സമ്പ്രദായം ഓരോ ദേശങ്ങളിലൂടെയും അതാത് ദേശത്തിൻ്റെ സംസ്കാര രീതികൾക്കനുസരിച്ച് ചേർന്ന് പോകുമ്പോൾ അവിടുത്തെ തനതായ സമ്പ്രദായങ്ങളുമായിട്ട് മിക്സ് ചെയ്തുമൊക്കെയാണ് പലപ്പോഴും വളർന്നിട്ടുള്ളത്.